വചനം 7 വാക്കർത്ഥം. യൂഫൂന അവർ നിറവേറ്റും അഥവാ വീട്ടും, ബിന്നദിരി നേർച്ചയെ പ്രതിജ്ഞയെ, വയഹാഫൂന അവർ ഭയപ്പെടുകയും ചെയ്യും, യൗമൻ ഒരു ദിവസത്തെ, കാന ശർറുഹു അതിൻ്റെ തിന്മ അഥവാ കെടുതി ദോഷം ആകുന്നു, മുസ്തത്വീറൻ പാറിപ്പരക്കുന്ന അഥവാ പടർന്നു പിടിക്കുന്ന. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തത്വീറാ അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. വചനം 8 വാക്കർത്ഥം. വയുത്ഇമൂന അവർ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യും, അത്വആമ ഭക്ഷണ സാധനം, അലാ ഹുബ്ബിഹി അതിനോട് സ്നേഹമുള്ളതോടെ അഥവാ പ്രേമത്തോടെ, മിസ്കീനൻ സാധുവിന് പാവപ്പെട്ടവന്, വയതീമൻ അനാഥക്കുട്ടിക്കും, വ അസീറൻ ബന്ധനസ്ഥനും അഥവാ ചിറയിൽപ്പെട്ടവനും. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا ഭക്ഷണത്തിന് പ്രേമമുള്ളതോടെ തന്നെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. വചനം 9 വാക്കർത്ഥം. ഇന്നമാ നുത്ഇമുക്കും നിശ്ചയമായും നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു, ലിവജ്ഹില്ലാഹി അല്ലാഹുവിൻ്റെ തിരുമുഖത്തിന് അഥവാ പ്രീതിക്ക് വേണ്ടി മാത്രം, ലാ നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, മിൻകും നിങ്ങളിൽ നിന്ന്, ജസാഅൻ ഒരു പ്രതിഫലവും, വലാ ശുക്കൂറ ഒരു നന്ദിയും കൃതജ്ഞതയും ഇല്ല. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا അവർ പറയും, നിശ്ചയമായും അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വചനം 10 വാക്കർത്ഥം. ഇന്ന നഖാഫു ഞങ്ങൾ ഭയപ്പെടുന്നു, മിർ റബ്ബിന ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്, യൗമൻ ഒരു ദിവസത്തെ, അബൂസൻ മുഖം ചുളിക്കുന്ന അഥവാ കഠിനമായ, ഖംത്വരീറ അതിദുസ്സഹമായ അഥവാ കഠോരമായ. إنا نخاف من ربنا يوما عبوسا قمطريرا വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നും ഞങ്ങൾ ഭയപ്പെടുന്നു. 7 മുതൽ 10 വരെ വചനങ്ങളുടെ വിശദീകരണം. ആ പുണ്യവാന്മാർ അത്രയും അനുഗ്രഹീതരായിത്തീരുമാറ് അവരിലുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തായിരുന്നുവെന്ന് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. തങ്ങളുടെ മേൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കടമകളും തങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തതുമൂലം തങ്ങളുടെ മേൽ നിർബന്ധമായി തീർന്ന മറ്റ് കടമകളും ശരിക്കും നിറവേറ്റുക, ആപത്ത് നിറഞ്ഞതായ ഖിയാമത്ത് നാളിനെക്കുറിച്ച് സദാ ഭയമുള്ളവരായിരിക്കുക, സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥരായ ആളുകൾക്കും അന്നദാനം ചെയ്യുക മുതലായവയത്രേ പ്രസ്തുത ഗുണങ്ങൾ. ചുരുക്കത്തിൽ അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും സഹജീവികളോടുള്ള കടപ്പാടുകളും അവർ നിർവഹിച്ചിരുന്നുവെന്ന് പറയാം. ബന്ധനസ്ഥരായ ആളുകൾക്ക് അന്നദാനം ചെയ്യുന്നതിൽ മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാത്തതാണ്. ജയിലിൽ അടക്കപ്പെട്ടവരും മറ്റു തരത്തിൽ ബന്ധിക്കപ്പെട്ടവരും അതിൽ ഉൾപ്പെടുകയും ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഖുർആൻ അവതരിച്ച കാലത്തുണ്ടായിരുന്ന ബന്ധനസ്ഥർ മിക്കവാറും മുശ്രിക്കുകളായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. ബദർ യുദ്ധത്തിൽ ചിറപിടിക്കപ്പെട്ടവരോട് പോലും നല്ല നിലക്ക് പെരുമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നതും സ്വഹാബികൾ അവരോട് അതിഥികളെന്ന പോലെ പെരുമാറിയിരുന്നതും അവർക്ക് ഭക്ഷണം നൽകിയതിനു ശേഷമല്ലാതെ തങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നതും സ്മരണീയമാകുന്നു.
ധനത്തിന് ആവശ്യവും അതിനോട് പ്രേമവും ഉള്ളപ്പോൾ അത് ദാനധർമ്മങ്ങളിൽ വിനിയോഗിക്കുന്നത് ഉടമസ്ഥൻ്റെ ത്യാഗമനസ്ഥിതിയും അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലത്തിൽ അയാൾക്കുള്ള ആഗ്രഹവുമാണ് കാണിക്കുന്നത്. അത് ഭക്ഷണസാധനം കൂടിയാകുമ്പോൾ വിശേഷിച്ചും. അതുകൊണ്ടാണ് ഭക്ഷണസാധനത്തോട് പ്രേമമുള്ളതോടെ തന്നെ അവർ ഭക്ഷണം നൽകും. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതും. പുണ്യകർമ്മങ്ങളെപ്പറ്റി പ്രസ്താവിക്കുന്ന മധ്യേ വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് പ്രേമമുള്ളതോടെ അത് നൽകുകയും എന്ന് സൂറത്തുൽ ബഖറ 177 പ്രസ്താവിച്ചു കാണാം. സൂറത്തു ആലു ഇമ്രാൻ 92 നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതേയല്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു നബിവചനം ഇപ്രകാരമാകുന്നു: ധർമ്മത്തിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ധനത്തിന് മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് നീ ആരോഗ്യവാനും അത്യാർത്തിയുള്ളവനുമായിരിക്കെ ചെയ്യുന്ന ധർമ്മമാകുന്നു. കീർത്തിക്കും പേരിനും വേണ്ടിയോ ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ധർമ്മം വാങ്ങുന്നവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദിപ്രകടനമോ പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും താൽപ്പര്യത്തെ മുൻനിർത്തിയോ മനുഷ്യർ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ സജ്ജനങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ ലക്ഷ്യം അതൊന്നുമായിരിക്കയില്ല. അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കലും ഖിയാമത്ത് നാളിലെ ഭീകര വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടലും മാത്രമായിരിക്കും. തങ്ങളുടെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു പ്രതിഫലം തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നോ അവർ തങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണമെന്നോ അവർക്ക് ഉദ്ദേശമുണ്ടായിരിക്കുകയില്ല. ഇതാണ് 9-10 വചനങ്ങളിൽ അവരുടെ വാക്കുകളിലൂടെ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ പാവങ്ങളുടെ നേരെയുള്ള അനുകമ്പയോ പൊതുവിഷയങ്ങളിലുള്ള ഔത്സുക്യമോ കാരണമായി നല്ല വിഷയങ്ങളിൽ ധനം ചെലവഴിക്കുന്നതായാൽ തന്നെയും അള്ളാഹുവിങ്കൽ ശരിയായ പുണ്യകർമ്മമായി തീരണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആയിരിക്കണം അതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വ ഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്തു ഉദ്ദേശിച്ചോ അതാണ് ഉണ്ടാകുക എന്നാണല്ലോ നബിവചനം. ഉപകാരം ചെയ്തവരോട് നന്ദി കാണിക്കൽ മനുഷ്യൻ്റെ കടമയത്രേ. ലാ യഷ്കുറുല്ലാഹു മല്ലം യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല. അബൂദാവൂദ്, തിർമിദി. പക്ഷേ ഉപകാരം ചെയ്യുന്നവൻ അത് ഉന്നം വെച്ചുകൂടാ എന്നേയുള്ളൂ. അതുപോലെ തന്നെ ചെയ്ത ഉപകാരം എടുത്തു പറയാനും പാടില്ലാത്തതാകുന്നു. ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, അൽ ബഖറ 264. ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞും ഉപദ്രവം ചെയ്തും നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. തങ്ങളുടെ പക്കൽ നിന്ന് അന്നദാനങ്ങൾ സ്വീകരിക്കുന്നവരെ അഭിമുഖീകരിച്ചുകൊണ്ട് സജ്ജനങ്ങൾ പറയുന്ന വാക്കുകളാണ് 9-10 വചനങ്ങളിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ അതുമൂലം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ അവ വാങ്ങുന്നവരിൽ നിന്ന് യാതൊന്നും തന്നെ പകരം ലഭിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അവരോട് വ്യക്തമാക്കുന്നത് നല്ലതാണെന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. വല്ലാഹു അഅലം.